പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നന്മയുടെ നല്ല ദിവസം. ഗുരുവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഏതാനും സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ പാദങ്ങളിലേക്ക് പുഷ്പമിട്ട് ബഹുമാനിക്കണം, അല്ലെങ്കിൽ പിടിച്ച് ബഹുമാനിപ്പിച്ചു എന്ന് പറയാം. അതായിരിക്കും നല്ലത്. ഇത് ഏത് പാരമ്പര്യത്തിൽ നിന്നാണ്, എങ്ങനെയുള്ള പാരമ്പര്യത്തിൽ നിന്നാണ്? ഏകലവ്യൻ ഇവിടെ ജീവിച്ചിരിപ്പില്ലല്ലോ, ഉണ്ടോ? ഇല്ലല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് നല്ലതല്ല. കാരണം ഒരു സ്കൂളിൽ പഠിക്കുന്നത്, ഏത് സ്കൂളാകട്ടെ, ക്രിസ്ത്യൻ സ്കൂളോ മുസ്ലിം സ്കൂളോ ഹിന്ദു സ്കൂളോ അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പാടില്ല. എങ്കിലും മാനേജ്മെൻറ്റ് പലതാണല്ലോ. ഈ മാനേജ്മെൻറ്റിൽ ഏത് മാനേജ്മെൻ്റ് ആയാലും അവരവരുടെ സംസ്കൃതിക്കനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പ്രാർത്ഥനാ ഗാനം എങ്ങനെ നടത്താവോ? പ്രാർത്ഥനാ ഗാനം നടത്തുന്നുണ്ട്, നടത്താതിരിക്കുന്നുണ്ട്. അത് കൂടെ ചേരേണ്ടവർക്ക് ചേരാതിരിക്കാം. ഇത് കുട്ടികളെ വിളിച്ച് അധ്യാപകരെല്ലാം നിരന്നിരിക്കുക, അവരുടെ കാലിലേക്ക് പൂക്കലിട്ട് കൊടുക്കുക, ഗുരുവന്ദനം. നാണക്കേടാ. നീയൊക്കെ എവിടെടാ പഠിച്ചേ? ബി.എഡ് പഠിച്ചോടാ, എം.എഡ് പഠിച്ചോടാ? ഇരുന്ന് കൊടുക്കാൻ മനസ്സ് കാണിച്ചില്ല അധ്യാപകരാകും നിങ്ങൾ. എഴുന്നേറ്റൊന്ന് ചെറുത്തെന്ന് പറയണം, എനിക്ക് വേണ്ട, എൻ്റെ കാലത്തുണ്ടാ പിള്ളേർ. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ ആ കുട്ടി കല്യാണം കഴിക്കുന്ന പെണ്ണാണോ പഠിപ്പിച്ച അധ്യാപകനാ വന്നെങ്കിൽ ഒരു ഗുരുദക്ഷിണ കൊടുക്കും. ഒന്ന് കുനിയുമ്പോൾ തന്നെ നമ്മൾ പറയാം, വേണ്ട, പാദത്തിൽ തുറണ്ട. ഒരു പാക്കും വെറ്റിലയും കൊണ്ട് തരും, ചിലപ്പോൾ 1 രൂപ അതിനകത്ത് കാണും. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് അങ്ങ് ഉയർത്തും, വേണ്ട, പാദത്തിൽ തുടരുത്. കാരണം ഏതാണ്ട് 10,000-10,000 കൂടുതൽ അധ്യാപകരെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അപ്പം നമ്മൾ അവരെ പിടിച്ചങ്ങ് എഴുന്നേൽപ്പിക്കും. ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, ഒരു നെറികേടിൻ്റെ ആഭാസത്തരമാണ്. കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ കാലിൽ തൊട്ട്, അല്ലെങ്കിൽ പൂജ ചെയ്ത്, അല്ലെങ്കിൽ പൂക്കളിടുക. എന്നാടാ സംസ്കാരം ഇത്? ഇവിടെ തിരിച്ചൊരു കാര്യം പറയാം. പാദം കഴുകി ചുംബിച്ച ഒരാളുണ്ട്, അത് യേശുക്രിസ്തുവാണ്. എങ്ങനെ പാദം കഴുകി ചുംബിച്ചത്? ഇന്നത്തെ പോലെ വുഡ്ലാൻഡ് ചെരുപ്പോ പാരഗൺ ചെരുപ്പോ ഒന്നും ഇല്ലാതെ നാട്ടിൽ കൂടെ നടന്നു പോകുന്ന മനുഷ്യർ. അവരുടെ പാദം കഴുകൽ ശുശ്രൂഷയുണ്ടെന്ന് നേരത്തെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അവർ അങ്ങേരെ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു. ഇന്നത്തെ മെത്രാന്മാരുടെ മുമ്പിൽ പാദങ്ങൾ കഴുകി ചുംബിക്കാൻ വരുന്നത് തലേന്ന് നഖവും വെട്ടി സുന്ദരമായിട്ട് തുടച്ച് വൃത്തിയാക്കി വരുന്നത് പോലെ അല്ല. അത് ആ ഒരു സംസ്കൃതിയല്ല. ഇന്നത്തെ പാദം കഴുകലൊക്കെ ഒരു ആചാരം, അനുഷ്ഠാനം എന്ന് പറയത്തുള്ളൂ. അല്ല, അതൊക്കെ ഇന്ന് വളരെ വൃത്തിയായിട്ടേ വന്നിരിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനല്ല. മീൻ പിടിക്കാൻ നടന്ന മനുഷ്യർ, ചുങ്കം പിരിക്കാൻ നടന്ന മനുഷ്യർ, അങ്ങനെ നടന്ന മനുഷ്യരെ പാദം കഴുകാനൊന്നും പറഞ്ഞ് നിങ്ങളൊന്ന് കയറി ഇരി, എനിക്ക് പാദം കഴുകണം. ആരാണ്? ഗുരുവാണ് ശിഷ്യൻ്റെ പാദം കഴുകുന്നത്. അധ്യാപകനാണ് ഞാൻ. എൻ്റെ ക്ലാസ്സിൽ 100 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ചിലപ്പോൾ 100 വിദ്യാർത്ഥികളെയും തെറ്റാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും 100 വിദ്യാർത്ഥികളെ അടിക്കാൻ നിൽക്കാറില്ല. ഞാൻ പറയും, സിംബോളിക്കലി പണിഷ്മെൻറ്റ് ഞാൻ ഏറ്റെടുക്കും. എന്നിട്ട് വടിയെടുത്തിട്ട് അത് ഞാൻ അധ്യാപകരെ അടിക്കുന്നത്. എം.എഡും ബി.എഡും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ബൾക്കാണെങ്കിൽ നമുക്ക് അവരെ എല്ലാവരും അടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൈ 4 അടി അടിക്കുന്നത്. എന്നിട്ട് ഒന്നേന്ന് എണ്ണി തുടങ്ങും. ഓരോരുത്തരുടെയും പേര് പറഞ്ഞല്ല, എണ്ണം പറഞ്ഞു കയ്യിലടിക്കും. വലത് കണ്ട് ഇടത് അടിക്കും. അവിടെ കാണുന്ന, ഞാനത് ചെയ്തുകൊണ്ടല്ല പറഞ്ഞത്, ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഏത് മതമാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഏത് വിദ്യാഭ്യാസത്തിൻ്റെ ഏത് സിസ്റ്റമാകട്ടെ, KERL എവിടെയാണുള്ളത്? ഇവിടെ നിങ്ങൾ കേരളത്തിലല്ലേ? വേണ്ട, പുതിയ വിദ്യാഭ്യാസം 2020 ഇറക്കിയ BJP സർക്കാർ ഇറക്കിയ പുതിയ വിദ്യാഭ്യാസം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ എപ്പോഴെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാവോ? നിങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാവോ? ഇങ്ങനെ അധ്യാപകരെ ഇരുത്തി അവരുടെ കാലിൽ പൂക്കൾ വിതരണം ചെയ്യണമെന്ന്? നീയൊക്കെ കാണിക്കുന്ന നെറികട, ആഭാസത്തരം. ഇതിനെയൊക്കെയാണ് നെറിവെട്ട വെറി പൂണ്ട ജാതിസം എന്ന് പറയുന്നത്. ഇത് സ്കൂളുകളിലും കോളേജുകളിലും കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. ഇത് ചെയ്യുന്നത് കുത്തിവെപ്പാണ്. ഇത് കുത്തിവെപ്പാണ്. നിർത്തുന്നു. പേര് ജോൺസൺ കരൂർ. വീട്ടുപേരൊക്കെ വേണമെങ്കിൽ പറഞ്ഞു തന്നേക്കാം. നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, ജോൺസൺ കരൂർ അടിച്ചത്തൊക്കെ കിട്ടും. നെറികേട് കാണിക്കരുത്.